നമസ്കാരം ഫ്രണ്ട്സ്, ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ കുറച്ച് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു, ഓപ്ഷൻ്റെ അല്ലെങ്കിൽ നെഗറ്റീവ് ക്വാളിറ്റീസ്. അത് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. വീഡിയോ ലെങ്തി ആയി പോയതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ മെയിനായിട്ടും അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുകൂടാതെ എങ്ങനെയാണ് ഒരു ഓപ്ഷനിലേക്ക് ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ബൈ ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്ക് എടുക്കുകയാണ്. അതിൻ്റെ ഷോർട്ട് ഫോം ആർകോം എന്നാണ്. ആർകോം ടൈപ്പ് ചെയ്തു. ഇനി നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർകോമിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. NSE BSE ആ ലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇക്വിറ്റിയിലേക്കാണ് പോകുന്നത്. നമുക്ക് ഇപ്പോൾ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഓപ്ഷനാണ് ചെയ്യേണ്ടതെങ്കിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് ചെയ്തു. അതിൻ്റെ ഷോർട്ട് ഫോം ആർകോ ടൈപ്പ് ചെയ്തു. ഈ ഓപ്ഷന് 3 മന്ത്സിലേക്ക് അവൈലബിൾ ആണ്. അതായത് കറണ്ട് മന്ത് ഈ മാസം നവംബറിലെ ഓപ്ഷൻ അവൈലബിൾ ആണ്, ഡിസംബറിലെ ഓപ്ഷൻ അവൈലബിൾ ആണ്, അതുപോലെ ജനുവരിയിലെ ഓപ്ഷൻ കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ നവംബറിലെ ഓപ്ഷനാണ് മേടിക്കുന്നതെങ്കിൽ സ്റ്റോക്ക് ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് നവംബർ എന്ന് ടൈപ്പ് ചെയ്യുക. നവംബറിൻ്റെ ഷോർട്ട് ഫോം മതി, NOV എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ജനുവരി ആണെങ്കിൽ JAN, ജാനുവരി എന്നുള്ള JAN ടൈപ്പ് ചെയ്താൽ മതി. ഡിസംബർ ആണെങ്കിൽ DEC എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ചെറിയൊരു കഫുണ്ട്, അതിൻ്റെ ഒരു സൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം. ഓക്കെ, ഇപ്പോൾ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രൈസ് ഏകദേശം 14 രൂപയാണ്. നമുക്ക് 14 രൂപയുടെ ഓപ്ഷനാണ് ബൈ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ അവിടെ 14 എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി 13ൻ്റെ ആണെങ്കിൽ 13 എന്ന് ടൈപ്പ് ചെയ്യുക. 12ൻ്റെ ആണെങ്കിൽ 12 എന്ന് ടൈപ്പ് ചെയ്യുക. അതേസമയം 16ൻ്റെ ആണെങ്കിൽ 16 എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ കറണ്ട് പ്രൈസായ ഏകദേശം 14 ആ റേഞ്ചിലാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. 14 ടൈപ്പ് ചെയ്യാം. ഒരു സ്പേസ് ഇട്ടു, 14 ടൈപ്പ് ചെയ്തു. 14 ടൈപ്പ് ചെയ്തപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് CEയും രണ്ടാമത്തെ PEയും. CE എന്ന് പറഞ്ഞാൽ കോൾ ഓപ്ഷനാണ്. പ്രൈസ് കൂടും എന്ന് കരുതി നമ്മൾ വാങ്ങുന്നതാണ് CE. പ്രൈസ് കുറയും എന്ന് കരുതി വാങ്ങുന്നതാണ് PE. അതായത് PE എന്ന് പറഞ്ഞാൽ പുട്ട് ഓപ്ഷനാണ്. ഞാനൊരു CE റിലയൻസ് കമ്മ്യൂണിക്കേഷൻ നവംബറിലെ ഓപ്ഷൻ 14 രൂപയുടെ CE വാങ്ങണമെങ്കിൽ ഞാൻ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ അത് വന്നു. 1.25 റുപ്പീസാണ് അതിൻ്റെ പ്രൈസ്. ലോട്ട് എത്രയാണെന്ന് അറിയത്തില്ല. ലോട്ട് നമുക്ക് നോക്കാം, എത്ര ലോട്ടാണെന്ന് നോക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചാർട്ട് അവൈലബിൾ ആണ്. ഏതൊക്കെ പ്രൈസുകളിൽ കൂടി ഇത് കയറി ഇറങ്ങിപ്പോയി എന്നുള്ളത് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അത് മാറ്റി ചാർട്ട് അവൈലബിൾ ആണ്. അങ്ങനെ നോക്കാം. ഡെപ്ത്ത് എന്ന് പറയുന്നതും അവൈലബിൾ ആണ്. ഇപ്പോൾ ഓഫ് മാർക്കറ്റ് ആയതുകൊണ്ടാണ് 0 കാണിക്കുന്നത്. ഈ ഡെപ്റ്റി നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്, എത്ര ബയേഴ്സ് ഉണ്ട് എത്ര സെല്ലേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ സെല്ലേഴ്സ് നമ്മളൊരു ഓപ്ഷൻ വാങ്ങുവാണല്ലോ ഇവിടെ. ഇപ്പോൾ P ആണെങ്കിലും C ആണെങ്കിലും നമ്മൾ വാങ്ങുവാണ് ചെയ്യുന്നത്. അപ്പോൾ സെല്ലേഴ്സ് അവൈലബിൾ ആയിരിക്കണം. സെല്ലേഴ്സ് അവൈലബിൾ ആയ ആ പ്രൈസിനാണ് നമുക്ക് വാങ്ങാൻ പറ്റുക. അല്ലെങ്കിൽ നമുക്ക് ബയേഴ്സിൽ ഇപ്പോൾ സെല്ലേഴ്സ് ഒരു 14 രൂപയുടെ 1.25 ആണ് ഇവിടെ. നമുക്കൊരു 50 പൈസയ്ക്കാണ് ഇത് വാങ്ങണമെങ്കിൽ നമ്മൾ 50 പൈസയ്ക്ക് ഇവിടെ അടിച്ചിടാം, സേവ് ചെയ്തിടാം. സാധാരണ ഇക്വിറ്റി വാങ്ങുന്ന പോലെ തന്നെ സേവ് ചെയ്തിടാം. 50 പൈസയിൽ ഇപ്പോൾ ആവുന്നു, അപ്പോൾ 50 പൈസയിൽ ഇപ്പോൾ സെല്ലേഴ്സ് വരുന്നു, അന്നേരം ഇത് എക്സിക്യൂട്ട് ആവും. വന്നില്ല എങ്കിൽ എക്സിക്യൂട്ട് ആവില്ല. ബൈ കൊടുക്കാം നമുക്ക്. ഓക്കെ, 28,000 ക്വാണ്ടിറ്റിയാണ് ഒരു ലോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ 1.25 എന്ന് പറയുമ്പോൾ 28,000 പ്ലസ് അതിൻ്റെ ഒരു ക്വാർട്ടർ പ്ലസും കൂടെ, അത്രയും പ്രൈസ് നമുക്ക് കൊടുത്താൽ മാത്രമേ ഇതൊരു ലോട്ടായിട്ടാണ് വാങ്ങാൻ പറ്റുള്ളൂ. മിനിമം ഒരു ലോട്ട്, എത്ര ലോട്ട് വേണമെങ്കിലും വാങ്ങാം. മിനിമം ഒരു ലോട്ട്. സെല്ലേഴ്സിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് എത്ര ലോട്ട് വേണമെങ്കിലും വാങ്ങാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇക്വിറ്റിയിലുള്ള ഒരു സ്റ്റോക്കിൻ്റെ ഓപ്ഷൻ ചെയ്യുന്നത്. നമുക്ക് ആ ചാർട്ടിലേക്ക് പോയി കുറച്ചും കൂടെ വിശദമായിട്ട് ഇത് മനസ്സിലാക്കാം. അപ്പോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. ഇതുപോലെ തന്നെ സെയിം തന്നെയാണ് നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയൊക്കെ ബൈ ചെയ്യുന്നത്. ഇപ്പോൾ നിഫ്റ്റി നവംബർ അല്ലെങ്കിൽ ഡിസംബർ, നവംബർ NOV ഒരു സ്പേസ് കൊടുക്കാം. ഓക്കെ, 8,550 CE മുതൽ അവൈലബിൾ ആണ്. നമുക്ക് ഏത് പ്രൈസിലാണോ വേണ്ടത്. ഇപ്പം നിഫ്റ്റി ഏകദേശം ഒരു 10,550 ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. നമുക്ക് 10,550 വേണമെങ്കിൽ
10,550 സി ഓർ പി, നമുക്ക് ഏതാണ് വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി. സെയിം തന്നെയാണ് ബാങ്ക് നിഫ്റ്റി. ഓക്കെ, അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചാർട്ടിലേക്ക് പോകാം. നമ്മൾ ഒരു പോർഷൻ കവർ ചെയ്തു, ഹൗ ടു ബൈ ഓപ്ഷൻ എന്നുള്ള ഒരു പോർഷനാണ് നമ്മൾ കവർ ചെയ്തേക്കുന്നത്. ഇനി ഇതിൻ്റെ എക്സ്പയറിയും കാര്യങ്ങളുണ്ട്. നമുക്ക് ചാർട്ടിലേക്ക് പോകാം. NSEindia.com പോകാം. NSEindia.com ഇതിൽ പോയി നമുക്ക് ആർകോമിൻ്റെ ആണ് വേണ്ടതെങ്കിൽ ആർകോം ടൈപ്പ് ചെയ്തു. ഇക്വിറ്റി തന്നെ സാധാരണ സെർച്ച് ചെയ്യുന്ന പോലെ സെർച്ച് ചെയ്താൽ മതി. സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്ത് ഓപ്ഷൻ ചെയിൻ എന്ന് പറയുന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സ്ട്രൈക്ക് പ്രൈസ് അവൈലബിൾ ആണ്. 2.5 രൂപ മുതൽ അവൈലബിൾ ആണ്. 14 രൂപ. ഇപ്പോഴത്തെ പ്രൈസ് 14 രൂപയാണ്. ഈ 14 രൂപ നമ്മൾ അറ്റ് ദ മണി എന്ന് പറയുന്നു. 14 രൂപയ്ക്ക് ഒരു LTP വരുന്നുണ്ട്. LTP എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസാണ്. ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് നമുക്ക് 14 രൂപയിൽ അറ്റ് ദ മണിയിൽ ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് എത്രയാണെന്ന് നോക്കാം. 1 രൂപ 25 പൈസ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ലാസ്റ്റ് ട്രേഡ് ചെയ്ത പ്രൈസ് 1 രൂപ 25 പൈസയാണ്. അത് കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ട്രേഡ് ചെയ്താണ്. ഇന്ന് ലാസ്റ്റ് ട്രേഡ് ചെയ്യുന്നു. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്കത് അറിയാൻ പറ്റില്ല. ഓക്കെ, ഇന്നത്തെ പ്രൈസ് ഇതായിരിക്കണമെന്നില്ല. എനിവേ നമുക്ക് ഏകദേശം അതിന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബൈ ചെയ്യുന്നത്. ബൈ ചെയ്യുന്നത് നമ്മൾ ആ മറ്റ് വീഡിയോയിൽ വിശദീകരിച്ചുകൊണ്ട് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ആ കമൻറ്റുകൾ വായിച്ച് കഴിഞ്ഞിട്ടാണ്, എല്ലാ കമൻറ്റുകളും വായിച്ച് കഴിഞ്ഞിട്ടാണ് ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്ന രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം ഇത് ഒരുപാട് പോർഷൻസ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു 5 വീഡിയോയിലോ തീരുന്ന ഒരു വിഭാഗമല്ല. അപ്പം ആ ഡൗട്ടുള്ളത് ക്ലിയറായിട്ട് ഒരു മെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് അതനുസരിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്ത് വീഡിയോ നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് എക്സ്പയറി നോക്കണം. ഇതിനുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് അൺലിമിറ്റഡ് അല്ല. നമ്മളൊരു ഇക്വിറ്റി വാങ്ങിക്കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഹോൾഡ് ചെയ്യാം അല്ലേ? 5 വർഷമോ 10 വർഷമോ 50 വർഷമോ നോ പ്രോബ്ലം. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വിറ്റാൽ മതി. ഓപ്ഷൻ അങ്ങനെയല്ല. ഓപ്ഷനും ഫ്യൂച്ചറും അങ്ങനെയല്ല. രണ്ടും ഒരേ മെത്തേഡിലാണ് പോകുന്നത്. എക്സ്പയറി ഒരേ മെത്തേഡാണ്. എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡിഫാൾട്ടായിട്ട് എടുത്തപ്പം നമുക്ക് വന്നത്, നമ്മളൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്ത് ഓപ്ഷൻ ചെയിൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് വരുന്നത് ഏറ്റവും അടുത്തുള്ള ഓപ്ഷനാണ്. അതായത് ഈ മാസം നവംബർ മാസമാണ്. അപ്പോൾ നവംബർ മാസത്തിലെ ഓപ്ഷനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ മാസവും 3 മാസത്തെ കോൺസിക്യൂട്ടീവ് 3 മാസം നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ മാസത്തെയും അവസാനത്തെ വ്യാഴാഴ്ചയാണ് ഈ സെറ്റിൽമെൻറ്റ് ആയിട്ട്, ഓപ്ഷൻ സെറ്റിൽമെൻറ്റ് ചെയ്യുന്ന ഡേ ആയിട്ട് കണക്കാക്കുന്നത്. എല്ലാ മാസത്തെയും അവസാനത്തെ വ്യാഴാഴ്ച. അന്ന് ഹോളിഡേ ആണെങ്കിൽ അതിന് മുമ്പുള്ള ഏത് വർക്കിംഗ് ഡേ ആണോ ആ വർക്കിംഗ് ഡേ ഓപ്ഷൻ്റെ സെറ്റിൽമെൻറ്റ് ആയിട്ട് കണക്കാക്കും. ഈ സെറ്റിൽമെൻറ്റിൽ ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് ആദ്യമേ തന്നെ എക്സ്പയറി ഡേറ്റ് കണ്ടു, നവംബർ മന്തിൽ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ നവംബർ മന്ത് എത്തി, നവംബർ മന്ത് ഒരു 20-25 ഒക്കെ എത്തി. ഇനി ഈ ഓപ്ഷൻ മേടിച്ചിട്ട് കാര്യമില്ല എന്നാണ് നമുക്ക് ഉള്ളെങ്കിൽ നമുക്ക് ഡിസംബർ മന്തിലെ അവൈലബിൾ ആണ്. നവംബർ മന്ത് ഇവിടെ നിന്ന് കാണാൻ പറ്റും. സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഡിസംബർ മന്തിലെ എക്സ്പയറി ഡേറ്റ് 27-ാം തീയതിയാണ്. അതുപോലെ തന്നെ ജാനുവരി 2019 അവൈലബിൾ ആണ്. ജാനുവരിയിലെ അവസാനത്തെ വ്യാഴാഴ്ച എന്ന് പറയുന്നത് 31 ലാസ്റ്റ് ഡേ ആണ്. ഓക്കെ, ഡിസംബർ മന്തിലാണ് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡിസംബർ സെലക്ട് ചെയ്യുക. ഡിസംബർ സെലക്ട് ചെയ്തു. നമുക്കൊന്ന് അറ്റ് ദ മണി പോയി നോക്കാം. ഓക്കെ, ഒന്നുമില്ല. ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് എന്ന് പറയുന്ന സംഭവം ഒന്നുമില്ല. കാരണം ഇത് റൈറ്റ് ചെയ്തിട്ടില്ല, റൈറ്റേഴ്സ് വന്നിട്ടില്ല. ഓപ്ഷൻ റൈറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് വാങ്ങാൻ പറ്റുള്ളൂ. അതായത് ഈ കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ആരെങ്കിലും സെല്ല് ചെയ്താൽ മാത്രമേ, അങ്ങനെ സെല്ല് ചെയ്തവരെ റൈറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ റൈറ്റ് ചെയ്തെങ്കിൽ മാത്രമേ, ആരെങ്കിലും സെല്ല് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് മേടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ ആരും സെല്ല് ചെയ്തിട്ടില്ല, ഒന്നുപോലും സെല്ല് ചെയ്തിട്ടില്ല. കോളിനും സെല്ല് ചെയ്തിട്ടില്ല, പുട്ടിലും സെല്ല് ചെയ്തിട്ടില്ല. അപ്പോൾ നിലവിൽ നമുക്ക് അത് മേടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഡിസംബറിൽ ചെയ്യാത്തതുകൊണ്ട് ജനുവരിയിലും ചെയ്ത് കാണില്ല. ഓക്കെ, നമുക്ക് സ്റ്റഡി പർപ്പസിന് വേണ്ടി ഒന്ന് ചെക്ക് ചെയ്യാം. ആസ്ക് പ്രൈസ്. ഓക്കെ, ആസ്ക് പ്രൈസ് ഉണ്ട്. അതായത് ഇത് വാങ്ങാനായിട്ട് ആൾക്കാർ റെഡിയാണ്. റെഡിയായിട്ട് കോൾ ഓപ്ഷനിലാണെങ്കിലും പുട്ട് ഓപ്ഷനിലാണെങ്കിലും റെഡിയായിട്ട് പ്രൈസൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ സെല്ലേഴ്സ് ആരും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്കിത് വാങ്ങാൻ പറ്റില്ല. അതിങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
എക്സ്പയറി ഡേറ്റിൻ്റെ അന്ന് നമ്മുടെ ക്യാഷ് നമ്മൾ ഇപ്പം മേടിച്ചിട്ടുണ്ടെന്ന് ഓർത്തു, നമ്മുടെ ഓപ്ഷൻ കോളർ പുട്ട് ഏതെങ്കിലും ഒന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പയറി ഡേറ്റ് ആയിട്ട് നമ്മൾ വിറ്റില്ല എങ്കിൽ നമ്മുടെ ആ പ്രൈസ് സീറോ ആകാനുള്ള സാധ്യതയുണ്ട്, സീറോ ആയി പോകും. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺട്രാക്റ്റ് ക്യാൻസലായി നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മുഴുവനായിട്ട് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ എക്സ്പയറി ഡേറ്റിന് മുമ്പ് നമ്മൾ വിൽക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പയറി ഡേറ്റിന് മുമ്പ് തന്നെ ലാഭം കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മളത് വിറ്റ് മാറണം. ഓക്കെ, ലാഭം കിട്ടുമെന്ന ഒരു കാൽക്കുലേഷനിലായിരിക്കും നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ ചെറിയ ലാഭമാണെങ്കിൽ പോലും അത് അവനവൻ്റെ ഉചിതം പോലെ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ എനിവേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺട്രാക്റ്റ് ക്യാഷായി നമ്മൾ പ്രീമിയം ആയിട്ട് അടച്ച, ഇവിടെ പറഞ്ഞല്ലോ ഇപ്പോൾ നവംബർ മന്തിൽ 1.25 റുപ്പീസാണ് ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ്. ഓക്കെ, ആ പൈസയ്ക്ക് തന്നെ നമുക്ക് കിട്ടിയെന്നിരിക്കട്ടെ. 28,000 ക്വാർട്ടർ 6,000 രൂപ. അപ്പോൾ 28 + 6 34,000 രൂപ നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എക്സ്പയറി ഡേറ്റിന് മുമ്പ് തന്നെ അത് ക്ലിയർ ചെയ്തില്ല എങ്കിൽ ആ പൈസ നമ്മുടെ നഷ്ടപ്പെടും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക്. അപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റിനുള്ളിൽ പ്രോഫിറ്റിൽ ആക്കി വിൽക്കുക എന്നുള്ളതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ പൈസ മൊത്തം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. ഇനി ഇതിൻ്റെ ഒരു മെച്ചം, ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നഷ്ടപ്പെടുന്ന പൈസ എത്രയാണെന്ന് നമുക്ക് ആദ്യം അറിയാൻ പറ്റും. ഇവിടെ ഇപ്പം ഞാൻ 34,000 രൂപയ്ക്കാണ് ഈ സംഭവം മേടിച്ചിരിക്കുന്നതെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുന്ന പൈസ മാക്സിമം എനിക്ക് നഷ്ടപ്പെടുന്ന പൈസ 34. ഒറ്റ ദിവസം കൊണ്ട് അതൊന്നും സീറോ ആകില്ല, അത് ഗ്രാജ്വലി ആ ഡേറ്റ് അടുക്കുന്തോറുമാണ് അത് സീറോ ആകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എനിക്ക് നഷ്ടപ്പെടുന്ന പൈസ എത്രയാണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അതാണ് ഇതിൻ്റെ ഇപ്പോൾ നമ്മളൊരു ഇൻട്രാഡേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ഇടുമല്ലോ, ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇടാതെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇടാതെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു നഷ്ടം അവിടെ ഒരു അൺലിമിറ്റഡ് ആണ്, നമുക്ക് കറക്റ്റ് എത്ര നഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമുക്ക് നഷ്ടപ്പെടുന്ന പൈസ നമുക്ക് ക്ലിയറായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന പൈസ എത്രയാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല, കാരണം സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് പോലെ ഇരിക്കും. നമുക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് അത് അൺലിമിറ്റഡ് ആണ്, അതായത് പ്രോഫിറ്റ് അൺലിമിറ്റഡും നമുക്ക് കിട്ടുന്ന റിസ്ക്, നമ്മൾ ചെയ്യുന്ന റിസ്ക് ലിമിറ്റഡുമാണ്. ചില ആൾക്കാർ ഈ ഒരു സിയും ഒരു പിയും സെയിം ഡിഫറൻസിൽ മേടിക്കും, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഒരു പി ഒരു സി സെയിം ഡിഫറൻസിൽ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് നോക്കി കഴിഞ്ഞപ്പോൾ 14 അറ്റ് ദ മണി 14 രൂപയാണ്. നമ്മൾ 4 രൂപ കുറച്ച് ഒരു 10 രൂപയ്ക്ക് നമ്മളൊരു പുട്ട് ഓപ്ഷൻ മേടിച്ചു. അതായത് വില കുറയുമെന്ന് കരുതി മേടിക്കുന്നതാണ് പുട്ട് ഓപ്ഷൻ. നമ്മളൊരു 10 രൂപയ്ക്ക് ഒരു പുട്ട് ഓപ്ഷൻ മേടിച്ചു. ഓക്കെ, 10 രൂപയുടെ പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് നമുക്ക് എങ്ങോട്ട് പോകും? പുട്ട് ഓപ്ഷൻ്റെ കോളം ഈ റൈറ്റ് സൈഡിലാണ്. അതിലെ ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് എത്രയാണെന്ന് നോക്കാം. 20 പൈസയാണ്. ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് 20 പൈസയാണ്. അപ്പോൾ 20 പൈസ ഇൻറ്റു 28,000 സംതിങ് എമൗണ്ട് വരും. അപ്പോൾ ഒരു ലോട്ട് നമ്മൾ മേടിച്ചു എന്ന് കരുതാം, അത്രയും പൈസ നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്തു. ഇനി 14-ന് അതേ സമയം തന്നെ നമ്മൾ ഒരു 18 രൂപയ്ക്കൊരു കോൾ ഓപ്ഷൻ മേടിച്ചു. കോൾ ഓപ്ഷൻ്റെ പ്രൈസ് നമുക്ക് നോക്കാം. കോൾ ഓപ്ഷൻ്റെ പ്രൈസ് 35 പൈസയാണ് ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ്. ഓക്കെ, 35 രൂപയ്ക്ക് നമ്മൾ ഒരു കോൾ ഓപ്ഷനും കൂടെ 35 പൈസയാണ്. 35 പൈസ ഇൻറ്റു 28,000 സംതിങ് വരും. അത്ര എമൗണ്ടും കൂടെ നമ്മൾ ഒരേ സമയം തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കോൾ ഓപ്ഷൻ ഒരു പുട്ട് ഓപ്ഷൻ മേടിച്ചു. ഈ പ്രൈസ് ഇപ്പോൾ അറ്റ് ദ മണിയിൽ നമുക്ക് ഏകദേശം കാണാൻ പറ്റും. അറ്റ് ദ മണിയിൽ 1.25 ആണ്. അതിൻ്റെ മുകളിൽ ഒരു 1.50 ഉണ്ട്, 1.70 ഉണ്ട്. ഇങ്ങനെ പ്രൈസ് നിൽക്കുന്നുണ്ട്. ഇതിൽ പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു. നമ്മൾ വെയിറ്റ് ചെയ്യും. ഇത് ഏതെങ്കിലും ഒന്ന് ഹിറ്റ് ചെയ്താൽ നമ്മുടെ നമുക്ക് കിട്ടുന്ന ഒരു ഏണിങ്സ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. അപ്പോൾ ഒരെണ്ണത്തിൽ ഫോർ എക്സാമ്പിൾ ആർകോമിൻ്റെ പ്രൈസ് 18 രൂപയിലേക്ക് ഇൻക്രീസ് ചെയ്തു എന്ന് ഓർത്തു. 18 രൂപയ്ക്ക് ഇൻക്രീസ് ചെയ്യുമ്പം നമുക്ക് അത് നമ്മുടെ എക്സ്പയറി ഡേറ്റിന് മുമ്പ് അത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും 1.25 ഓർ 1.50 ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ 1.50 ഇൻറ്റു 28,000 എന്ന് പറയുമ്പോഴത്തേനും 28,000 ഒരു ലോട്ട് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് 12,000 28 പകുതി 14. ഓക്കെ, 28ഉം 10 38 4 42. നമുക്കവിടെ ഒരു 42,000 രൂപ ഏണിങ്സ് കിട്ടി. അപ്പോൾ നമ്മുടെ ഈ പൈസ ഏകദേശം നമുക്ക് നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ ഈ നമ്മൾ മേടിച്ച പുട്ട് ഓപ്ഷൻ്റെ പൈസ, പുട്ട് ഓപ്ഷൻ നമ്മൾ 20 പൈസയ്ക്കാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ എമൗണ്ടാണ്. ആ ചെറിയ എമൗണ്ട് എക്സ്പയറി ഡേറ്റ് ആകുമ്പോഴേ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുള്ളൂ.
അതിന് മുമ്പ് ചിലപ്പോൾ നമുക്കൊരു 5 പൈസയ്ക്കൊക്കെ നമുക്ക് ചിലപ്പം അത് വിൽക്കാൻ സാധിച്ചേക്കും. 5 പൈസയ്ക്കൊക്കെ വിൽക്കാൻ സാധിച്ചാൽ ആ കിട്ടുന്ന പൈസയും നമ്മുടെ ഒരു ഏണിങ്സാണ്. അതിന് മുമ്പ് തന്നെ ഒരു വലിയ ഹ്യൂജ് പ്രോഫിറ്റ് നമ്മളിവിടെ ബുക്ക് ചെയ്തു. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഫ്ലക്ച്വേഷനുള്ള അത്രയ്ക്ക് ഉറപ്പുള്ള സ്റ്റോക്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. സ്റ്റോക്കും സൈഡ് വൈസ് ആണെങ്കിൽ, സ്റ്റോക്കിന് മൂവ്മെൻറ്റ് ഇല്ല എങ്കിൽ ഈ സംഭവം ഒന്നും വർക്കൗട്ട് ആവില്ല. സ്റ്റോക്കിന് മൂവ്മെൻറ്റ് ഇല്ല എങ്കിൽ ഈ കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആവില്ല. നമ്മൾ മേടിച്ച പ്രൈസിന്, അതായത് സ്ട്രൈക്ക് പ്രൈസിന് ഏകദേശം അടുത്തെങ്കിലും ആ സ്റ്റോക്ക് വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് മേടിക്കാവുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ. അപ്പോൾ ആദ്യം ഇതൊന്നും ചെയ്യണമെന്ന് പറയുന്നില്ല. ഇതൊക്കെ അല്പം റിസ്ക്കാണ്. അതായത് ചിലപ്പോൾ 2 പൈസ നെഗറ്റീവായി പോയേക്കാം. കാരണം സ്റ്റോക്ക് സൈഡ് വൈസ് ഈ 14 രൂപയിൽ നിന്ന് സ്റ്റോക്ക് മാറുന്നില്ല എന്ന് വിചാരിച്ചോ. 14, 15, വീണ്ടും 14.50, വീണ്ടും 13, ഇങ്ങനെ ഇതിൽ കിടന്ന് ഇങ്ങനെ കളിക്കുവാണ് എങ്കിൽ ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ പ്രീമിയം എമൗണ്ട് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് ഉള്ളെങ്കിൽ പ്രീമിയം എമൗണ്ട് കുറയുന്നതിന് കാരണം, ഈ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ 14 രൂപയുടെ പ്രീമിയം എമൗണ്ട് ഇവിടെ 1.25, 1 രൂപ 25 പൈസ എന്ന് കാണാമല്ലോ. അപ്പോൾ ഈ 1.25 എന്ന് പറയുന്നത് 2 വാല്യൂവിൻ്റെ അഡിഷനാണ്. ഇതിൽ 2 വാല്യൂ ഉണ്ട്. ഒന്ന് ഇൻട്രിൻസിക് വാല്യൂ എന്നും പറയും, രണ്ടാമത് ടൈം വാല്യൂ എന്നും പറയും. ടൈം വാല്യൂ എന്ന് പറയുന്ന സംഭവം ഓരോ ദിവസം ചെല്ലുന്നതും കുറഞ്ഞു വരും. ഒന്നുകൂടെയും പറയാം, നമ്മുടെ പ്രീമിയം ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസിൽ നിന്ന് നമ്മളിവിടെ കാണുന്ന ഈ പ്രീമിയം എന്ന് പറയുന്നത് 2 വാല്യൂസിൻ്റെ കോമ്പിനേഷനാണ്. ഒന്ന് ഇൻട്രിൻസിക് വാല്യൂ, അതാണ് കറക്റ്റ് ആ സ്റ്റോക്കിൻ്റെ പ്രീമിയം വാല്യൂ, പ്ലസ് ടൈം വാല്യൂ. ഇതിൽ ടൈം വാല്യൂ കൂടെ വരുന്നുണ്ട്. ഞാനത് മറ്റൊരു വീഡിയോ ഒരു വിശദമായിട്ട് പറയാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. കാരണം അത് കുറച്ച് ഏറെയുണ്ട്, നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. അപ്പം ഈ ഒരു പോർഷനിൽ നമ്മളിത് മനസ്സിലാക്കിയാൽ മതി. 2 വാല്യൂ ഉണ്ട്, ഇൻട്രിൻസിക് വാല്യൂ പ്ലസ് ടൈം വാല്യൂ. ഈ 2 സംഭവമുണ്ട്. ടൈം വാല്യൂ എന്ന് പറയുന്നത് ഓരോ ദിവസം ചെല്ലുന്തോറും, അതായത് എക്സ്പയറി ഡേറ്റിനോട് അടുത്ത് വരുന്തോറും അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അതിൻ്റെ വാല്യൂ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ പ്രീമിയത്തിൻ്റെ വാല്യൂം കുറയും. അങ്ങനെയാണ് പ്രീമിയം കുറയുന്നത്. അങ്ങനെ നമ്മളൊരു കോൾ ഓപ്ഷനും ഒരു പുട്ട് ഓപ്ഷനും മേടിച്ച് ഈ രണ്ടിൻ്റെയും വാല്യൂ ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ രണ്ടും നമുക്ക് നെഗറ്റീവ് ആയേക്കാം. അതിൻ്റെ ഒരു പ്രധാന പോരായ്മയാണ്. അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂയും ടൈം വാല്യൂ ഒക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്കത് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സ്പയറി ചർച്ച ചെയ്ത് കഴിഞ്ഞ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 3 മാസം ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, LTP ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ചേഞ്ച് ഇൻ LTP അത് നമുക്കിവിടെ കാണാൻ പറ്റും. ചേഞ്ച് ഇൻ LTP നെറ്റ് ചേഞ്ച്. ഓക്കെ, ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ചേഞ്ച് ഇൻ LTP എന്ന് പറയുന്ന ബിറ്റ്കോയിൻ നെറ്റ് ചേഞ്ച് ഇവിടെ ഈ ഒരു കോളമാണ്. ഇവിടെ കുറേ നെഗറ്റീവിൽ കാണാം. അതായത് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രൈസ് താഴേക്കാണത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചേഞ്ചിങ് LTP നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. മാക്സിമം ലോസ് പ്രീമിയം ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. നമുക്ക് മാക്സിമം റിസ്ക് ഉള്ളത് നമ്മൾ അടച്ച പൈസ മുഴുവനായിട്ട് നഷ്ടപ്പെട്ടേക്കാം. അതാണ് നമ്മുടെ മാക്സിമം റിസ്ക് ഉള്ളത്. ബെനിഫിറ്റ് ഉള്ളത് നമുക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റാണ്. എത്ര വരെ പോകുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പ്രോഫിറ്റ് നമുക്ക് അൺലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ എങ്ങനെ ബൈ ചെയ്യണം എന്നുള്ളതും നമ്മൾ ഇതിൽ കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഇത് നമ്മൾ പാർട്ട് 3യിൽ ഡിസ്കസ് ചെയ്യാം. മണി കൺട്രോളിൽ പോയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതും ഓപ്പൺ ഇൻട്രസ്റ്റും കാര്യങ്ങളുമൊക്കെ നമുക്ക് പാർട്ട് 3യിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അതുകൂടാതെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ മെമ്പർ ആകണം എങ്കിൽ എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇടാം. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആകാൻ പറ്റും. ആ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ടെലിഗ്രാം ഓൾറെഡി ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.